ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ 211/2020 റിവിഷൻ സീരീസ് 3 ആണ്. 1ഉം 2ഉം കാണാത്തവർ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അതോടൊപ്പം തന്നെ നമ്മുടെ റിവിഷൻ 4 തീയതി മുതൽ 29 തീയതി വരെ റിവിഷൻ പ്രൊസീജിയറും കറക്റ്റ് ഫോളോ ചെയ്ത് പഠിക്കാം. അതിൻ്റെ എക്സാം നമുക്ക് അൺഅക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് എക്സാം നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇലക്ട്രിസിറ്റി, നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്ടിൽ മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കലിൽ മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം ഒരു മൊഡ്യൂൾ എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ റിവിഷൻ സീരീസ് കാണാത്തവരും കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അതോടൊപ്പം തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് 100 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ ബിവോക്കോ LD എക്സാം 5th ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ദിശയുടെ 30 ഡേയുടെ റിവിഷൻ ബാച്ച് ഫോർ 12th ലെവൽ മെയിൻസ് CO എക്സാം 6th ജനുവരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദിശയുടെ 30 ഡേയുടെ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് CPO എക്സാം 6th ജനുവരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് റണ്ണിംഗ് ആണ്. 22 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ആരംഭം 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതും റണ്ണിംഗ് ആണ്. 23 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ LP UP എക്സാം. അതുപോലെ തന്നെ 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2. അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിംഗ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഉള്ളൊരു ഓഫറാണ് 22% ഡിസ്കൗണ്ട് ഓൺ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇതിലാണോ ചേരാനുള്ളത്, ഏത് കോഴ്സാണോ അഡ്മിഷൻ എടുക്കാനുള്ളത്, നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 22% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു 10% അല്ലെങ്കിൽ 22% ഓഫും ഉണ്ട്. ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്, നമ്മുടെ ലൈവ് ക്ലാസ് വരുന്നത് 4 മണിക്കാണ് അടുത്ത ക്ലാസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു 50 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 51 വരെ നമ്മൾ ഇന്നലെ നോക്കി. സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സ് ഓർ ടെക്സ്. Slip is a term associated with reciprocating pump. To avoid cavitations in centrifugal pump. Centrifugal pumpile cavitations avoid ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യണം? സക്ഷൻ പ്രഷറിനെ ഹൈ ആക്കി വയ്ക്കുക. സക്ഷൻ പ്രഷർ ഷുഡ് ബി ഹൈ. To avoid cavitations in centrifugal pump, suction pressure should be high. Which type of pump should be selected in order to pump the sewage from septic tank to the water treatment system? Sewage from a septic tank to the water treatment systemത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് പമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സബ്മേഴ്സിബിൾ പമ്പ്. ഇൻ വിച്ച് ഫാസ്റ്റനിങ് ഡിവൈസ് ഹാവ് ബോത്ത് എൻഡ് ത്രെഡ് ഉള്ളത് ഏതിനാണ്? സ്റ്റഡ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പാരലൽ ടു ദ ആക്സിസ് ദാറ്റ് സ്ക്രൂ അഡ്വാൻസ് ഇൻ 1 complete revolution. പാരലൽ ടു ദ ആക്സിസ് സ്ക്രൂ അഡ്വാൻസ് ഇൻ 1 complete revolution. ഏതായിരിക്കും? ഇറ്റ് ഈസ് ലീഡ്. Which nut has got provision in the form of slots for fixing split pins for locking nuts? Split fins for fixing, split fins for locking nuts. ഏത് നട്ടിനായിരിക്കും അതിനുള്ള പ്രൊവിഷൻ ഉള്ളത്? ഇറ്റ് ഈസ് കാസ്റ്റിൽ നട്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ്? കോപ്പർ ഷീറ്റ്, ബ്രാസ് ഷീറ്റ്, പ്ലേറ്റ്. ഏത് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സിങ്ക് ക്ലോറൈഡ്. ദ പോയിൻ്റ് ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്രയാണ്? സെൻറ്റർ പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് ഓപ്ഷനില്ല, 90 ഡിഗ്രിയാണ്. ഡോട്ട് പഞ്ചാണ് 60 ഡിഗ്രി ഡോട്ട് പഞ്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. GI പൈപ്പ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആർ ഓഫ് ലെങ്ത്തിൽ അവൈലബിൾ ആയിട്ടുള്ള GI പൈപ്പിൻ്റെ എത്രയാണ്? മാർക്കറ്റിൽ അവൈലബിൾ ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, 6 മീറ്റർ ആണ്. 6 മീറ്റർ. ഇൻ ഡീസൽ എഞ്ചിൽ സക്ഷൻ കണ്ടെയ്ൻസ്. ഡീസൽ എഞ്ചിൻ്റെ അകത്ത് സക്ഷൻ കണ്ടെയ്ൻസ് ഏതായിരിക്കും? ഡീസൽ അല്ല, അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? എയർ ഒള്ളി. Morse test is conducted on multi cylinder. Morse M4 multi ആണ് ഓർക്കുക. മൾട്ടി സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. കംപ്രഷൻ റേഷ്യോ പെട്രോൾ എഞ്ചിൻ വേരീസ് ഫ്രം. പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എത്രയാണ്? ഇറ്റ് ഇസ് വേരി ഫ്രം 5 to 9. പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ വേരി ഫ്രം 5 to 9. The camshaft of a 4-stroke IC engine running at 1500 RPM will run at camshaft of 4-stroke IC engine running at 1500 RPM എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹാഫ് ആയിരിക്കും. ദാറ്റ് ഇസ് 750 RPM. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. വാൽവ് ഓവർലാപ്പ് ഒക്കേഴ്സ് അറ്റ്. വാൽവ് ഓവർലാപ്പ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് എക്സോസ്റ്റ് സ്ട്രോക്കിലെ എൻഡിലാണ് വാൽവ് ഓവർലാപ്പ് ഒക്കർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
SAE 15W minus W dash 40. ഇതിൽ W stands for എന്തായിരിക്കും? നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഗ്രേഡാണ്. W stands for വിൻഡർ ആണ്, വിൻഡർ. 67ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർ ഫയറിംഗ് ഓർഡർ ഓഫ് 4 സിലിണ്ടേഴ്സ് എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡർ 1342. 1342. തെർമൽ എഫിഷ്യൻസി ഓഫ് 2-stroke എഞ്ചിൻ കമ്പയർഡ് ടു എ 4-stroke എഞ്ചിൻ. തെർമൽ എഫിഷ്യൻസി ഓഫ് 2-stroke എഞ്ചിൻ കമ്പയർഡ് ടു 4-stroke എഞ്ചിൻ ലെസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 69ാമത്തെ ക്വസ്റ്റ്യൻ, ടർബോ ചാർജ് സിസ്റ്റത്തിൽ ആൻ ഇൻ്റർ കൂളർ ഈസ് പ്രൊവൈഡഡ്. ടർബോ ചാർജ് സിസ്റ്റത്തിൽ ഇൻ്റർ കൂളർ ഈസ് പ്രൊവൈഡഡ്. എവിടെ ആയിരിക്കും? എന്തിനായിരിക്കും? ടു കൂൾ ദി ഇൻടേക്ക് ഗ്യാസ്. ദ ഇഗ്നിഷൻ ക്വാളിറ്റി ഓഫ് എ പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഇഗ്നിഷൻ ക്വാളിറ്റി ഓഫ് എ പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഏതായിരിക്കും? പെട്രോൾ അല്ല, അപ്പോൾ എന്താണ്? ഒക്ടേൻ നമ്പർ. പെട്രോൾ ആണെങ്കിൽ ഒക്ടേൻ നമ്പർ, ഡീസൽ ആണെങ്കിൽ സീറ്റേൻ നമ്പർ. അടുത്ത 71ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ തെർമോമീറ്റർ എന്തായിരിക്കും? ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. ഡിക്രീസസ് വിത്ത്. ഇഫ് ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺസ് ആണെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് ഇസ് സെമി കണ്ടക്ടർ. 1 കൂളംബ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ദ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ വാക്വം ഫ്രം ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റെപ്പൽ ഇറ്റ് വിത്ത് എ ഫോഴ്സ് ഓഫ് എത്രയായിരിക്കും ഫോഴ്സ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ 9 × 10⁻⁹. Capacitance of a capacitor is not affected by frequency. Last question, the phenomenon due to which there is an induced current in one coil due to the current in neighboring coil. Neighboring coil അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സസ്. നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.